നമസ്കാരം. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്നെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ല. അതെന്തുകൊണ്ടെന്നാൽ ഞാൻ യൂട്യൂബ് ചാനൽ എടുത്തിട്ട് ഇപ്പോൾ 1 മാസം പോലും ആയിട്ടില്ല. ഒരു 20 ദിവസം കഷ്ടിച്ച്. എനിക്ക് എൻ്റെ ഓർമ്മയിൽ 5-ാം തീയതിയാണ് ഞാൻ ഓപ്പൺ ചെയ്തതെന്നാണ് തോന്നണേ. പക്ഷേ ഞാൻ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തത് പണ്ടെങ്ങാണ്ടുമാണ് 2015 ഓപ്പൺ ചെയ്തു. പക്ഷെ എനിക്കറിയില്ലായിരുന്നു, അതങ്ങനെ തന്നെ കിടന്നു. ഞാനിപ്പോൾ അതിനെ ആക്റ്റീവാക്കി എടുത്തതാണ്. 5-ാം തീയതി മുതലാണ് ഞാൻ പോസ്റ്റ് ഇടാൻ തുടങ്ങിയിട്ടുള്ളത്. കുഞ്ഞു കുഞ്ഞു പോസ്റ്റ് ഇട്ട് നോക്കി ആരെങ്കിലും കാണുമെന്നറിയാൻ. പക്ഷെ അത് ഒത്തിരി പേര് കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിലുപരി എന്നെ ഇതുവരെ പരിചയപ്പെടുത്താത്തത് ഈ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള സംശയമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കൊരാഗ്രഹം ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. പക്ഷെ അതിനുള്ള ടൈമാണ് ഇല്ലാത്തത്. എന്നാലും ഉള്ള സമയത്ത് ഞാൻ കുഞ്ഞു കുഞ്ഞു വീഡിയോകളൊക്കെ ഇടുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നൊരു അപേക്ഷയും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഞാനിപ്പോൾ എന്നെ പരിചയപ്പെടുത്താൻ കാര്യം, എൻ്റെ പേര് ഉഷാരാജാണ്. എൻ്റെ സ്ഥലം വെള്ളനാട്, ട്രിവാൻഡ്രം ജില്ല വെള്ളനാടാണ് എൻ്റെ സ്വന്തം സ്ഥലം. ഞാൻ അവിടെ ഒരു ഷോപ്പ് നടത്തുന്നുണ്ട്. എനിക്ക് 2 മക്കളാണ്. 2 പേരും മാരീഡാണ്. അത്യാവശ്യം നല്ല രീതിയിൽ അവർ ജീവിക്കുന്നുണ്ട്. നല്ല മക്കളാണ്, ഒരു പ്രശ്നമില്ല. അവർക്ക് 2 പേർക്കും കൂടെ 3 കുഞ്ഞു മക്കളാണ്. ഒരാളിന് 2 പേരും, ഒരാളിന് ഒരാളും. ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു 27 വർഷമായി എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയിട്ട്. ഞാനൊരു വിധവയാണ്. അപ്പം അവിടെ നിന്ന് എന്നെ കൈപിടിച്ച് കൊണ്ടുവന്നത് ഈ ഒരു ജോലിയാണ്, തയ്യൽ ജോലി. എനിക്കത് ഒരുപാട് അഭിമാനമുണ്ട്. കാരണം അതുകൊണ്ട് ഞാനൊരു കുടുംബം നോക്കിയത് കൊണ്ടുള്ള ഒരു അഭിമാനം, പിന്നെ ഒറ്റയ്ക്ക് എൻ്റെ ജീവിതം ഞാൻ തന്നെ ഏറ്റെടുത്ത് നടത്തിയതിലുള്ള ഒരു ത്രില്ല്, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. പക്ഷെ ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം പ്രായത്തിൻ്റെയും ശാരീരിക ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിനു മുമ്പൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ഞാൻ ഈ ജോലി വെച്ച് തന്നെ എൻ്റെ 2 മക്കളെയും നോക്കി ഒരുവിധമുള്ള എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയുള്ള ജീവിതം എനിക്ക് നല്ല രീതിയിൽ ഇതുപോലെ തന്നെ ഇതേപോലെ തന്നെ എനിക്കിനിയും എൻ്റെ കാലം കഴിച്ചു കൂട്ടണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഞാനിത് പറയാൻ കാര്യവും ഞാനിവിടെ വരാൻ കാര്യവും, എന്നെ പോലെ ഒത്തിരി സ്ത്രീകൾ ജോലിയൊന്നും അധികം ഇല്ലാതെ വീട്ടിലെ ഒരുപാട് അവസ്ഥകളുണ്ട് ഇപ്പം. കാരണം ഇന്നത്തെ ദാമ്പത്യം എന്ന് പറഞ്ഞാൽ അത്ര നല്ല സുഖകരമല്ല പലയിടത്തും. അപ്പൊ അവർക്കൊരു ജോലി വേണം. ഒരു ജോലി എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ജോലിയാവട്ടെ, ചെയ്യുന്ന ജോലി നമ്മൾ ഭംഗിയായിട്ട് ചെയ്താൽ ഇന്ന് ഏത് ജോലിക്കും കൈ നിറയെ ശമ്പളം കിട്ടുന്ന കാലമാണ്, പണ്ടത്തെ പോലെയല്ല. അതുപോലെ തന്നെ നമുക്ക് ഏത് ജോലിയും പഠിച്ചെടുക്കാൻ ഒരു സ്ഥാപനങ്ങളിലും പോകേണ്ട കാര്യമില്ല. സോഷ്യൽ മീഡിയയിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ട്രെയിനിങ് തരുന്നുണ്ട്. തയ്യലായിരുന്നാലും മറ്റെന്തിനെ കുറിച്ചിരുന്നാലും നമുക്കത് ശ്രദ്ധിച്ചൊന്ന് സമയം കണ്ടെത്തി പഠിച്ചെടുത്താൽ മാത്രം മതി. അതുകൊണ്ട് ഞാനൊരു അപേക്ഷയുമായിട്ടും കൂടെയാണ് വന്നേക്കുന്നത്. കാരണം എന്നെപ്പോലെ ദുരിതം അനുഭവിച്ചിട്ടുള്ള, ഞാനിപ്പോൾ ദുരിതം അനുഭവിക്കുന്നില്ല, ദുരിതം അനുഭവിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് എന്നെ കൈപിടിച്ച് കൊണ്ടുവന്ന ഒരു ജോലിയാണിത്. ഇതുണ്ടായത് കൊണ്ട് ഞാൻ ഒരു ബുദ്ധിമുട്ടും, എൻ്റെ മക്കൾ ഒരു ബുദ്ധിമുട്ടും, എൻ്റെ വീട് ഒരു ബുദ്ധിമുട്ടും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകളോട് ഒരു അപേക്ഷയാണ്, എന്തെങ്കിലും ഒരു തൊഴിൽ, അത് എന്നാൽ കഴിയുന്നത് ഞാൻ സമയമുള്ളപ്പോൾ കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ ഞാൻ ഇടുന്നുണ്ട്. ഞാൻ തയ്ക്കുന്ന രീതിയിലൊന്നും അല്ല കേട്ടോ ഞാൻ ഇടുന്നത്. ഞാൻ പഠിച്ചത് എങ്ങനെയാണോ, ഞാൻ പഠിച്ചെടുത്തത് എങ്ങനെയാണോ, ശരിക്കും എൻ്റെ മെമ്മറി വർക്ക് ചെയ്ത് ഞാൻ പഠിച്ചതാണ്. ഞാൻ ആധികാരികമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. അപ്പൊ അത് എങ്ങനെയാണോ ഞാൻ പഠിച്ചെടുത്തത് അതുപോലെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം തയ്ക്കാൻ എളുപ്പത്തിന്. അതിലുപരിയായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. നമുക്ക് ചിലപ്പോൾ യൂട്യൂബ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. കാരണം പലർക്കും മനസ്സിലാവും, ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലാവും, പക്ഷെ മനസ്സിലാകാത്ത ആൾക്കാരുണ്ട്. അവരെന്ന് വെച്ചാൽ അവരെ അളവ് ഇതൊക്കെ പറയുമ്പോഴും മടക്കി വെക്കുമ്പോഴും പിന്നെ നമ്മളെടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് തന്നെ, ഞാൻ എന്തെങ്കിലും ഡൗട്ടുള്ളത് നോക്കുമ്പോൾ അത് മടക്കി വെക്കുമ്പോൾ എനിക്ക് തന്നെ അത് എങ്ങനെയാണെന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മളിപ്പോ ഒരു ടോപ്പ് തന്നെ, ഇപ്പൊ വേറെ ഒന്നും നിങ്ങൾ പഠിക്കണ്ട, വെറും ചുരിദാറും ടോപ്പും ഫ്രോക്ക് ഐറ്റങ്ങളും ബ്ലൗസിന്റെ പല മോഡലുകളും, ചുരിദാറിന്റെ പല മോഡലുകളും, സ്കേർട്ട്, അംബ്രല്ല സ്കേർട്ട്, അതുപോലെ തന്നെ പ്ലേറ്റഡ് സ്കേർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചാലും അത്രയും മതി നമുക്ക് ജീവിക്കാൻ. കാരണം ഇതിന് ഇത്രയ്ക്ക് നല്ല കൂലിയുള്ളൊരു കാലമാണ്, നല്ല ശമ്പളമുള്ള കാലമാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയുമോ? എളുപ്പ വഴിയിൽ ഞാൻ പറഞ്ഞു തരാം. ഒരു ചുരിദാർ നമുക്ക് തയ്ക്കണമെങ്കിൽ, ഒരു ടോപ്പ് നമുക്ക് തയ്ക്കണമെങ്കിൽ അറിയില്ല എങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഒരു പഴയ ചുരിദാർ എടുക്കുക, ഒരേ അളവിന് ഒരേ മോഡലുള്ള 2 ചുരിദാർ എടുക്കുക, 2 ടോപ്പ് എടുക്കുക. ഈ 2 ടോപ്പും ഒരു ഭാഗം പോലും കീറി പോകാതെ നമ്മൾ തയ്യൽ പൊളിച്ചെടുത്തിട്ട് അതിന് ഫുള്ള് ഒരെണ്ണമാണ് 2 ഒരേപോലത്തെ ചുരിദാർ നമ്മൾ ടോപ്പ് തയ്ച്ചതെടുക്കുക. പഴയത് മതി കേട്ടോ, ഉപയോഗമില്ലാത്തത്. അതിൽ ഒരെണ്ണത്തിന്
മുഴുവനായിട്ട് പൊളിച്ചെടുത്ത് അതിൻ്റെ ഓരോ പാർട്ടും തേച്ച് മാറ്റി വയ്ക്കുക. തേച്ച് തന്നെ വെക്കണം. അത് തേച്ച് ഫിനിഷാക്കി നമ്മൾ ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അതിനെ നമ്മൾ വേറൊരു തുണി വെച്ചിട്ട് നമ്മൾ വരച്ചെടുക്കണം. അതായത് ഇത് വെച്ചിട്ട് നമ്മൾ വരച്ചെടുക്കണം. വരച്ചിട്ട് അതേപടി നമ്മൾ വെട്ടണം. വെട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? വെട്ടിയതിന് ശേഷം നമ്മൾ മീറ്റർ എടുത്തിട്ട് ടേപ്പ് എടുത്തിട്ട് ഇതിന് അളന്ന് നോക്കണം. നമ്മൾ മറ്റ് ചുരിദാറും ഇതും ഒരാളിനുള്ളാകുമ്പോൾ ഒരേ സൈസ് ആയിരിക്കുമല്ലോ, ഒരേ സൈസിൽ എടുക്കണം. അതിൻ്റെ ചെസ്റ്റ് എത്ര അളവുണ്ട്, ഇതിൻ്റെ ചെസ്റ്റ്, അതായത് നമ്മൾ പൊളിച്ചെടുക്കുമ്പോൾ ഈ തയ്യലിൻ്റെ ഈ സൈഡിൽ തയ്യൽ തുമ്പിട്ടയ്ക്കുമല്ലോ, അതോട് ഉൾപ്പെടെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിൻ്റെ അളവിനാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. അപ്പോൾ വരച്ചെടുക്കുമ്പോൾ അതിൽ വരച്ചെടുത്ത് വെച്ചിട്ട് നമ്മൾ തേച്ചാണ് വരച്ചു വെക്കുന്നത്. അപ്പൊ പുതിയതൊരെണ്ണം പീസ് വെട്ടിയതുപോലെ ഇരിക്കും. അതെടുത്ത് വെച്ചിട്ട് നിങ്ങൾ മറ്റേ തയ്ച്ച് വെച്ചെന്ന അത് മറ്റേ വേറൊരു ചുരിദാറുണ്ട്, ടോപ്പ് ഉണ്ടല്ലോ, അതുകൂടെ എടുത്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ അളവെടുക്കണം. അതിൻ്റെ തയ്യൽ തുമ്പ് പോയിട്ട് തയ്ച്ചയ്ക്കുന്നത് എത്ര ഇഞ്ചുണ്ട്, ആദ്യം നിങ്ങൾ ചെസ്റ്റിന്റെ വണ്ണം എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കൈക്കുഴിയിലെ ഈ കൈ പോർഷൻ ഉണ്ടല്ലോ, റിഗാർഡ്, ഇതിന് ആംഹോള് റിഗാർഡ് എന്നൊക്കെ പറയും. ഇതിനെ നമ്മൾ ഇവിടം വരെയുള്ള പോർഷൻ എടുക്കുക. അത് കഴിഞ്ഞ് ചെസ്റ്റ് പോർഷൻ എടുക്കുക. അത് കഴിഞ്ഞ് പിറ്റ് പോർഷൻ എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഓപ്പൺ തുടങ്ങുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ വെച്ചിട്ട് ഒരു ലൈനിട്ട് അവിടുത്തെ അളവെടുക്കുക. അതും എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ലെന്ത് എന്താണ് ആദ്യം പിടിക്കേണ്ടത്, അത് നമ്മളെ ഇഷ്ടം പോലെ എടുക്കാം. ലെന്തിന്റെ എത്ര ലെന്ത് ഉണ്ടെന്ന് എടുക്കുക. പിന്നെ നമ്മൾ കൈയുടെ അളവെടുക്കുക, കഴുത്തിന്റെ അളവെടുക്കുക, ഷോൾഡറിന്റെ അളവെടുക്കുക. ഇത് ഇത്രയും നമ്മൾ എഴുതി വെക്കുക. എഴുതി വെച്ചതിന് ശേഷം നമ്മൾ ഈ വെട്ടി വെച്ചിരിക്കുന്ന, അതായത് നമ്മൾ ഈ വരച്ച് വെട്ടി വെച്ചിട്ടുണ്ടല്ലോ, ആ ടോപ്പിനെ, ആദ്യം ലൈനിങ് ഒന്നും വേണ്ട കേട്ടോ, ആ ടോപ്പിനെ ഇതേപടി ഈ പീസ് എടുത്ത് വെച്ച് പൊളിച്ചു വെച്ച കഴുത്തിന്റെ ഭാഗം കാണും, പൊളിച്ചത് ബാക്ക് കഴുത്തിന്റെ ആണ്. ടോപ്പിന് അത് രണ്ടും മാത്രമേ പീസായിട്ട് മാറ്റി വെക്കാൻ കാണും. ആ രണ്ട് പീസും എടുത്ത് ഇതിൽ വീണ്ടും ജോയിൻ ചെയ്യുക. ആദ്യം കഴുത്തിനൊക്കെ അടിക്കുക, പിന്നെ ബാക്കിനൊക്കെ അടിക്കുക, എന്നിട്ട് ബാക്കിനൊക്കെ അടിക്കും മുമ്പേ ഷോൾഡർ അടിക്കുക, എന്നിട്ട് മറച്ചിട്ട് നമ്മൾ കഴുത്ത് രണ്ട് ഭാഗം അടിക്കുക. അതിനുശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൈ ഫിറ്റ് ചെയ്യുക. കൈയുടെ ഈ സൈഡ് അടിച്ച് കൈ ഫിറ്റ് ചെയ്യുക, എന്നിട്ട് രണ്ട് കൈയും ഫിറ്റ് ചെയ്യുക. എന്നിട്ട് കൈയുടെ ഇവിടുന്നേ അടിച്ച് നമ്മൾ ഓപ്പൺ വരെ കൊണ്ടുവരിക. ഓപ്പൺ എത്ര ഇഞ്ച് ലെന്തുണ്ടെന്ന് നോക്കണം. മറ്റേ ചുരിദാർ ടോപ്പിൻ്റെ അടുത്ത് ഓപ്പൺ എത്ര ഇഞ്ച് ലെന്തുണ്ടോ അത് നോക്കിയതിന് ശേഷം നിങ്ങൾ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. ഓപ്പൺ സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഇപ്പുറത്തെ സൈഡും അതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ചുരിദാർ മറിച്ചിട്ടിട്ട് നമ്മൾ തയ്ച്ച ഭാഗം അകത്താക്കിയിട്ട് നൂത്ത് വെച്ചിട്ട് ഈ ടോപ്പുമായിട്ട് എടുത്ത് ജോയിന്റ് പിടിച്ചു നോക്കുക. പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കറക്റ്റ് അളവാണെങ്കിൽ അതിൻ്റെ സൈഡ് ഓപ്പൺ കൂടെ അടിച്ച് സൈഡും അടിച്ചെടുത്താൽ ടോപ്പ് റെഡി. എന്ത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. നിങ്ങൾ 10 ഇതുപോലെ, അല്ലെങ്കിൽ ആ ഒരു ടോപ്പ് തന്നെ 10 പ്രാവശ്യം നിങ്ങൾ പൊളിച്ചടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ടോപ്പ് അടിക്കാൻ പഠിച്ചിരിക്കും. നിങ്ങളെ അളവിന് ടോപ്പ് അടിക്കാൻ പഠിച്ചിരിക്കും. പിന്നെ നിങ്ങൾ അളവെടുക്കാനും കൂടെ പഠിച്ചാൽ നിങ്ങളെക്കാളും കൂടിയ അളവും കുറഞ്ഞ അളവും അല്ലേ കാണുള്ളൂ. ടോപ്പ് എല്ലാം ഒരേപോലെ അല്ലേ, അളവിലല്ലേ വ്യത്യാസം കാണും. അളവെടുക്കാനും കൂടെ പഠിച്ചാൽ, അളവെടുക്കാൻ പഠിക്കാൻ നമ്മളൊരു ടോപ്പിന്റെ പടം വരച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് എവിടെയൊക്കെ ഏതൊക്കെ പാർട്ട് വേണം ആ പാർട്ടിലെല്ലാം ഓരോ ലൈൻ കൊടുത്തിട്ട് അളവെഴുതി ഇടുക. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇന്ന സ്ഥലത്ത് അളവെഴുതണം, ഇന്ന സ്ഥലത്ത് അളവെഴുതണം. പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വേറൊരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മളൊരു ടോപ്പ് കട്ട് ചെയ്യുമ്പോൾ എല്ലാവരുടെ ബോഡിയും ഒരേപോലെ അല്ല, അബ്നോർമൽ കാണും. ചിലർക്ക് വയറ് ഭാഗം വലുതായിരിക്കും, ചിലർക്ക് ഈ പിറ്റ് വണ്ണം വലുതായിരിക്കും, ചിലർക്ക് ചെസ്റ്റ് ഒതുങ്ങിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് പിന്നെ വലിയ വയറിന്റെ ഭാഗം, സ്റ്റൊമക്കിന്റെ ഭാഗം വലുതായിരിക്കും. അപ്പൊ നിങ്ങൾ സ്റ്റൊമക്ക് കൂടുതലുള്ള ഒരാളിനാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ ഷേപ്പിൽ വരണം. അതായത് ഇവിടെ ഈ പിറ്റ് വണ്ണം കൊണ്ട് നല്ല ഒതുങ്ങി വരണം. അപ്പോ ഇങ്ങനെ വെട്ട് പോലെ വന്നു കഴിഞ്ഞാൽ വയറ് വയറ് പിടിക്കത്തുമില്ല, ഇവിടെ നല്ല ടൈറ്റ് ആവുകയും ചെയ്യും. പിന്നെ ബാക്കിൽ 2 ഡാട്ട് കൂടെ എടുത്ത് കൊടുക്കുക. ടോപ്പിന് 2 ഡാട്ട് എടുക്കുമ്പോൾ നല്ല ഒതുങ്ങി കിട്ടും. നിങ്ങളൊരു 10 അടിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഞാനിതാ ഇപ്പോൾ ഒരു അടുത്ത വീഡിയോ ഇടുന്നുണ്ട്. ഒരു 20 ഇഞ്ച് വണ്ണവും 40 ഇഞ്ച് ഇറക്കമുള്ള ഒരാളിന് 1.5 മീറ്റർ തുണിയേ ഉള്ളൂ എൻ്റെ കയ്യിൽ. അത് കിട്ടിയപ്പോഴാണ് ഞാൻ നിങ്ങളെ ഇത് അറിയിക്കണമെന്നും കൂടെ തോന്നിയത്. ഈ 1.5 മീറ്റർ തുണി കൊണ്ട് നമുക്കൊരു ടോപ്പ് വെട്ടണം. അതായത് ഫ്രണ്ട് ഓപ്പൺ ചെയ്തിട്ട് ബട്ടണൊക്കെ വെച്ച് കോളറൊക്കെ വെച്ച്
കൈ ചെറിയ ഈ അരക്കൈയൊക്കെ വെച്ച് ഒരു മടക്കൊക്കെ വെച്ചുള്ളൊരു ടോപ്പാണ്. ഞാനത് 1.5 മീറ്റർ തുണിയും പിന്നെ ഒരു ബാലൻസ് പീസും ഉണ്ട്. അത് എൻ്റെ കടയിലെ തുണി തന്നെ, പക്ഷെ അത്രയും ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു തയ്ച്ചു കൊടുക്കാമെന്ന്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്യുന്ന രീതി ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്കിടും. നിങ്ങൾ വാച്ച് ചെയ്യണം, അതിൻ്റെ അഭിപ്രായം പറയണം. നിങ്ങൾ ശരിക്കും പറഞ്ഞ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ കാണാൻ ശ്രമിക്കണം, എനിക്ക് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയറും ചെയ്യണം. ദയവ് ചെയ്ത് എന്നോടൊപ്പം സഹകരിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ സഹകരിക്കുക. നന്ദി, നമസ്കാരം.